MT എന്ന രണ്ടക്ഷരം മാഞ്ഞിരിക്കുന്നു. മലയാളം എന്ന കൊച്ചുഭാഷയെ ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിച്ച പ്രതിഭ അരങ്ങൊഴിയുമ്പോൾ അന്ത്യമാകുന്നത് ഒരു യുഗത്തിനാണ്. സാഹിത്യത്തിൽ MT കൈവയ്ക്കാത്ത മേഖലകളില്ല. ചെറുകഥകളും നോവലുകളും യാത്രാ വിവരണങ്ങളും വായനക്കാരനെ പുളകം കൊള്ളിച്ചപ്പോൾ തിരക്കഥയിലൂടെയും സംവിധാനത്തിലൂടെയും പ്രേക്ഷകന്റെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാനും MT എന്ന മഹാന് സാധിച്ചിട്ടുണ്ട്. അതിനുള്ള തെളിവുകളാണ് വാരിക്കൂട്ടിയ പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും. 1958 നാലുകെട്ട് എന്ന നോവലിനാണ് ആദ്യമായി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് പുരസ്കാരങ്ങളുടെ പെരുമഴയായിരുന്നു. 1982 ഗോപുരനടയിൽ എന്ന നാടകത്തിനും 1986 സ്വർഗം തീർക്കുന്ന സമയം എന്ന കഥയ്ക്കും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ നേടി. 1970 കാലം എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നത്. മലയാളത്തിലെ സമഗ്രമായ സംഭാവനകൾ പരിഗണിച്ച് 1995 സാഹിത്യത്തിലെ ഉന്നത പുരസ്കാരമായ ജ്ഞാനപീഠം MT സ്വന്തമാക്കുന്നത്. മലയാളത്തെ അടയാളപ്പെടുത്തിയ സാഹിത്യകാരന്മാരുടെ പേരിലുള്ള പുരസ്കാരങ്ങളെല്ലാം MT കയ്യിലേന്തിയിട്ടുണ്ട്. 2005 രാജ്യം പത്മഭൂഷൺ നൽകി MTയെ ആദരിച്ചു. ചലച്ചിത്ര ലോകത്തും വിഭിന്നമായിരുന്നു MT എന്ന പ്രതിഭ. തൊട്ടതെല്ലാം പൊന്നാക്കുക എന്ന വിശേഷണത്തിന് തീർത്തും അനുയോജ്യനായിരുന്നു MT. ആദ്യമായി തിരക്കഥ എഴുതിയ നിർമാല്യത്തിന് മികച്ച ചിത്രത്തിനുള്ള കേന്ദ്ര പുരസ്കാരം നേടിക്കൊടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ചരിത്രങ്ങൾക്കും പുരാണങ്ങൾക്കും എന്നും പ്രാധാന്യം നൽകിയിരുന്ന MTയുടെ തൂലികയിൽ പിറന്ന ഒരു വടക്കൻ വീരഗാഥ അതുവരെ കേട്ട് വിശ്വസിച്ച കഥയിൽ നിന്നും മാറി ചിന്തിപ്പിച്ച കഥ തന്നെയായിരുന്നു. പരിണയം, സതയം, കടവ് എന്ന ചിത്രങ്ങളുടെ തിരക്കഥയ്ക്കും MT മികച്ച തിരക്കഥാകൃത്തിനുള്ള കേന്ദ്ര പുരസ്കാരം നേടി. തൊട്ടതെല്ലാം പൊന്നാക്കിയ പ്രതിഭ. പുരസ്കാരങ്ങളുടെ ഘോഷയാത്രകൾക്ക് അവസാനമിട്ട് MT മാഞ്ഞിരിക്കുന്നു. എങ്കിലും കാലങ്ങൾക്ക് അതീതമായി എന്നും വായനക്കാരന്റെ മനസ്സിൽ MT എന്ന ഇതിഹാസം മായുകയില്ല. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.